ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ തമ്പനയിൽ പിക്ചർ കണ്ട പോലെ ഒരു ബീഡ്സ് വർക്കായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഇത് നമ്മളുടെ നെക്കിൽ നിന്ന്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. നിങ്ങൾ ആ ഒരു പാറ്റേൺ കണ്ടല്ലോ, നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പം നെക്ക് ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏത് നെക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പ്ലെയിൻ കുർത്തി ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത കുർത്തി ആണെങ്കിലും ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ലൈൻ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് വരുന്നത്, അതായത് യോക്ക് തീരുന്നിടം വരെ ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇനി നമ്മൾ ആ വരച്ചു കൊടുത്ത ലൈൻ കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ രണ്ട് സൈഡുകളിലേക്കായിട്ട് ലീഫുകൾ വരച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ആദ്യം വരച്ചു കൊടുത്തടുത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വരച്ചത്. ആ ഗ്യാപ്പ് ശരിക്കും വേണ്ട, അവിടെ നമ്മൾ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ താഴേക്ക് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് ഇതുപോലെ ലീഫ് വരും. അതിന് ശേഷം നമ്മൾ ഇടയ്ക്കായിട്ട് ഇതുപോലെ ഒരു ലീഫിന് താഴെ ഒരു റൗണ്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്യാനായിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് അത്യാവശ്യം അടുപ്പിച്ചിട്ട് തന്നെ വേണം ലീഫ് വരച്ച് കൊടുക്കാനായിട്ട്, ഗ്യാപ്പ് കൊടുക്കാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അടുപ്പിച്ചൊരു 2 ലെയർ ലീഫ് വരിക, അതിന് ശേഷം 2-3 ലെയർ വരയ്ക്കുക കേട്ടോ. അതിന് ശേഷം താഴെ വരുമ്പോൾ നമ്മൾ ഒരു ലീഫിൻ്റെ താഴെ വശത്തായിട്ട് 2 സൈഡുകളിലേക്കായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറ്റി വേണം നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇതേ രീതിയിലാണ് നമ്മൾ പാറ്റേൺ വരച്ചെടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വേറെ അഡീഷണൽ ഒന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. റെഡ് കളറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കട്ട് ബീഡ്സ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബ് ബീഡ്സ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലീഫ് അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ട്യൂബ് ബീഡ്സ് എടുത്തേക്കുന്നത്. അതേപോലെ ബീഡ്സ് വർക്കാണ്, അതുകൊണ്ട് നോർമൽ നീഡിൽ നമ്പർ 12 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് വരുന്നത് ലീഫ് പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫ് പാറ്റേൺ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ത്രെഡ് കൊണ്ട് ചെയ്യുന്ന ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ട്യൂബ് ബീഡ്സ് കൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതുകൊണ്ടാണ് സിംഗിൾ ബീഡ് ഇട്ട് ചെയ്ത് കാണിക്കുന്നത്. കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്താലും മതിയാവും. കട്ട് ബീഡ്സ് ആണെങ്കിൽ 2 ബീഡ്സ് എടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. 2 സൈഡുകളിൽ നിന്നുമായിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വരും, നമുക്ക് അവിടവും കൂടെ ഒന്ന് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ ബീഡ് കൊണ്ട് ചെയ്യാം. ട്യൂബ് ബീഡ്സ് അല്ലെങ്കിൽ കട്ട് ബീഡ്സ്, ഏത് ബീഡ് കൊണ്ടാണോ ചെയ്തെടുക്കേണ്ടത് ആ രീതി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളർ അല്ലെങ്കിൽ വേറൊരു കളർ കട്ട് ബീഡ്സ് ഇല്ലായിരുന്നു കേട്ടോ, ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ട്യൂബ് ബീഡ്സ് എടുത്തത്. ഇനി ട്യൂബ് ബീഡ്സ് എടുത്താലും വലിയ അങ്ങനെ അത്ര അഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ലീഫ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് പറഞ്ഞ പോലെ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ലേ, അപ്പോൾ അതും കൂടി നമുക്കൊരു 2 ബീഡോ അല്ലെങ്കിൽ ഒരു ബീഡിൻ്റെ വലിപ്പം ഉള്ളെങ്കിൽ ആ ഒരു ബീഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ബീഡ് ഞാൻ വെച്ച് കൊടുത്തിരുന്നതുകൊണ്ട് അത് സെൻറ്ററിലൊന്ന് പൊങ്ങി നിന്നുകൊണ്ട് അതുകൂടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ലീഫുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡുകളിലേക്കും ഒരേ രീതിക്ക് തന്നെയാണ് ഞാൻ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. എളുപ്പമല്ല ചെയ്യാനായിട്ട്, നല്ല ഭംഗിയുമാണ് ഈ ഒരു ഡിസൈൻ കാണാനായിട്ട്. നമുക്കൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വരുന്നതായതുകൊണ്ട് നല്ല ഭംഗിയാണ്. എന്നാൽ അത്ര ഹെവി ആയിട്ടുള്ള ഡിസൈനൊന്നും അല്ല താനും. ഇപ്പോൾ ഒരുപാട് വർക്കൊന്നും വരുന്നില്ല ഇതിനകത്ത്. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അതേപോലെ നമുക്ക് ആ സെൻറ്ററിൽ നമ്മൾ ആ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നിടത്ത് നമ്മളൊരു സ്റ്റെം പാറ്റേൺ പോലെ അതും കൂടെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ബീഡ്സ് വെച്ചിട്ട് ആ സ്റ്റെം പാറ്റേണിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു നേരെ താഴേക്ക് ഇതുപോലെ നല്ല ലെങ്തിൽ വരുന്നതായതുകൊണ്ട് ട്യൂബ് ബീഡ്സ് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ട്യൂബ് ബീഡ്സ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വളവൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. വീണ്ടും നമ്മൾ ലീഫുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പമുള്ള ലീഫാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, തീരെ കുഞ്ഞു കുഞ്ഞു ലീഫുകളല്ല കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ട്യൂബ് ബീഡ്സ് വെച്ചിട്ട് നല്ല വലിപ്പമുള്ള ലീഫ് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ട്യൂബ് ബീഡ്സ് അല്ലെങ്കിൽ കട്ട് ബീഡ്സ്, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബീഡ്സിൻ്റെ കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ലീഫുകൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 4 ലീഫുകൾ അടുപ്പിച്ച് തന്നെയാണ് ചെയ്തേക്കണേ. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരാതിരിക്കുന്നതാണ് ഭംഗി. നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെം പാറ്റേണും കംപ്ലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവർ എങ്ങനെയാണ് വരുന്നതെന്നും കൂടി ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തേക്കുന്ന പാറ്റേൺ അങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഇതുപോലെ ആ ഒരു റൗണ്ട് ഒന്ന് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൗണ്ടിൽ വരുന്ന ആ ഒരു ബീഡ്സ് വർക്ക് അല്ല ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ പെറ്റൽസ് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിൽ നമുക്ക് ഒരു ബീഡൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഷുഗർ ബീഡ്സിന് പകരം കട്ട് ബീഡ്സ് ആണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാറ്റേണിലും കട്ട് ബീഡ്സാണ് വന്നേക്കണേന്ന് തോന്നുന്നു. എൻ്റെ റെഡ് കട്ട് ബീഡ്സ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഷുഗർ ബീഡ് ആയതുകൊണ്ട് 4 ബീഡുകൾ ഒന്നിച്ച് കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ താഴേന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പെറ്റൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. വീഡിയോസിൽ ഒത്തിരി അതർ സൗണ്ട്സ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ഒഴിവാക്കിക്കൊണ്ട് ഇത് ഡബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എപ്പോഴും തന്നെ ഈ ഒരു സൗണ്ട് ഉണ്ടാകും, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്തെടുത്തതെന്ന്. അപ്പോൾ ഇതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഔട്ട്ലുക്ക് എന്തായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് റെഡ് കളർ ത്രെഡ് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ത്രെഡിൻ്റെ ഭാഗങ്ങൾ അവിടെ ഇവിടെ നിന്നാലും അതത്ര വൃത്തികേടായിട്ട് വരത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കാണിച്ച പോലെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പാറ്റേൺ എത്ര ഭാഗത്തേക്കാണോ കൊടുത്തേക്കുന്നത് അതൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഈ നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്